ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാം കൊച്ചിയിലെ ഇഡി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ഇഡി ഇന്ന് നടൻ ജയറാമിനെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇന്ന് ഇഡിയുടെ ഓഫീസിൽ നടൻ ജയറാം ഹാജരായിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. കൊച്ചിയിലെ ഇഡിയുടെ ഓഫീസിലാണ് ജയറാം എത്തിയിരിക്കുന്നത്. ഈ ഒരു ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയതിലും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലും വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നടൻ ജയറാമിനോട് ഇഡിയുടെ ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ജയറാം ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിലും അതുപോലെ തന്നെ ജയറാമിൻ്റെ വീട്ടിൽ, ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് ദ്വാരപാലക പാളികൾ എത്തിച്ച് പൂജ നടത്തിയതിലും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ഇഡി നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാനായി ഇഡിയുടെ ഓഫീസിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇപ്പോൾ നടൻ ജയറാം എന്തായാലും കൊച്ചിയിലെ ഇഡിയുടെ ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിനായാണ് ഹാജരായിരിക്കുന്നത്. ചൊവ്വാഴ്ച ഹാജരാകാനായാണ് നടൻ ജയറാമിന് ഇഡി നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രകാരമാണ് ഇന്നിപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ നടൻ ജയറാം ഹാജരായിരിക്കുന്നത്. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ക്ഷണിക്കാൻ ബഹുമാനപ്പെട്ട കോടതി, ബന്ധപ്പെട്ട ആളുകളും എല്ലാം സത്യം വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാം നല്ല ആയിട്ട് തന്നെ. ഇനിയും പുറമേ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനായത്. അപ്പോൾ എൻ്റെയും കൂടി കടമയാണ് ഇത് ക്ലീനായിട്ട്.